ബിഗ് ബോസ് മലയാളം സീസൺ 6 അതെ തുടങ്ങുകയാണ് മാർച്ച് 10-ാം തീയതി മുതൽ. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങുമെന്ന് പലതവണ പറയുകയും അതിൻ്റെ പ്രൊമോ ഒക്കെ കാണിക്കുകയും ചെയ്തു. പക്ഷേ ലാലേട്ടൻ്റെ തിരക്കുകൾ കാരണവും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി എന്നുള്ള ഒരു ഡേറ്റ് മാറ്റി ഇപ്പോൾ മാർച്ച് 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാർച്ച് 10-ാം തീയതി തന്നെ തുടങ്ങുമെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നേരത്തെ നമുക്ക് കോമണേഴ്സിൻ്റെ പ്രൊമോ ടി വിയിൽ കാണിക്കുകയും ലോഗോ റിലീസാവുകയും ഒക്കെ ചെയ്തിരുന്നു. ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് കറക്റ്റ് ഫിക്സ് ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ മാർച്ച് 10-ാം തീയതിയിലേക്ക് മാറ്റുകയും മാർച്ച് 10-ാം തീയതി തന്നെ തുടങ്ങുകയും ചെയ്യും. ഫെബ്രുവരി നടത്തേണ്ടതാണ്, ലാലേട്ടൻ്റെ തിരക്കുകൾ കൊണ്ടാണ്. ഇപ്പോൾ ഒഫീഷ്യലായി മാർച്ച് 10-ാം തീയതി തന്നെ തുടങ്ങുമെന്ന് ഏഷ്യാനെൻ്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ആദ്യം കോമണേഴ്സ് പ്രൊമോ വന്നു, ലോഗോ റിലീസായി. ഇപ്പോൾ ഈ ഒരു 2-3 ദിവസം മുമ്പ് ഏഷ്യാനെറ്റിൽ കാണിച്ച പ്രൊമോ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. അരിച്ചിമൂട്ടൽ അപ്പുക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ വരികയും അതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു പ്രൊമോ ഒക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് സീസൺ 6 മാത്രമല്ല എല്ലാത്തിൻ്റെ ഒരു ബിഗ് ബോസ് മൊത്തത്തിൽ അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് പ്രവചനാതീതമാണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല. ഇതിനകത്തിൽ എപ്പം നമുക്ക് എവിക്ഷൻ ആയാലും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാർച്ച് 10-ാം തീയതി തുടങ്ങുന്ന ബിഗ് ബോസിലേക്ക് ഏകദേശം ഒരു 65% കൺഫർമേഷനായ കുറച്ച് കണ്ടസ്റ്റൻസിലെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പല കണ്ടസ്റ്റൻസിൻ്റെയും ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ്. അതുപോലെ കുറച്ച് കണ്ടസ്റ്റൻസിന് പിന്നെ റിജക്റ്റ്, അതായത് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 days മുമ്പൊക്കെയാണ് കറക്റ്റുള്ള കൺഫർമേഷൻ കൊടുക്കുകയും, അതായത് ഏഷ്യാനെൻ്റെ ഭാഗത്തു നിന്നൊരു കറക്റ്റ് കൺഫർമേഷൻ കൊടുക്കുകയും ആ ഒരു ഷോ തുടങ്ങുന്ന ചെന്നൈയിൽ അല്ലെങ്കിൽ മുംബൈയിലേക്ക് കണ്ടസ്റ്റൻസ് എത്തിച്ചേരുകയും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയും പിന്നെ ഷോ തുടങ്ങുന്ന അതിന് തലേദിവസം അവർക്ക് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്ത ശേഷം ആ ഒരു ഷോയിലേക്ക് കയറുകയും ചെയ്യത്തുള്ളൂ. അപ്പം ബിഗ് ബോസിന് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇതിലേക്ക് കയറുന്നതിനും 100 ദിവസം ഇവിടെ പിന്നെ യാതൊരു ഇതിലൊരു ഫോണ് അങ്ങനെയുള്ള യാതൊരു എൻഗേജും ഇല്ലാതെ നമുക്ക് ഇതിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കണം. അപ്പം ചില ആൾക്കാർക്കൊന്നും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ചിട്ട് ഇതിൽ നിന്നും പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിന് ചിലപ്പം സെലക്ട് ആയെന്ന് പറഞ്ഞാലും അവർ സ്വയം പിന്മാറിപ്പോകുന്നതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 65% ഉറപ്പുള്ള മത്സരാർത്ഥികളുടെ പേരാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിലാദ്യത്തെ പേര് രാജീവ് പരമേശ്വർ. ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിലെ ബാലേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത മെഗാ ഹിറ്റായിട്ടുള്ളൊരു സീരിയലായിരുന്നു. അപ്പോൾ അത് ഈയിടയ്ക്കാണ് ഈ ഒരു സീരിയൽ അവസാനിച്ചത്. അപ്പം ബാലേട്ടൻ എന്ന് പറഞ്ഞ രാജീവ് പരമേശ്വർ ഈ തവണ ബിഗ് ബോസിലേക്ക് ഉണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ടുള്ള സാധിച്ചിട്ടുള്ളത്. അപ്പോൾ രാജീവ് പരമേശ്വറാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേര്. അടുത്ത പേര് സരിത ബാലകൃഷ്ണൻ. സരിത ബാലകൃഷ്ണനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ സപ്പോർട്ടിംഗ് ആക്ടേഴ്സായിട്ട് വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന് പറഞ്ഞ സീരിയലിൽ ആദ്യമൊക്കെ സരിത ബാലകൃഷ്ണനാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സരിത ബാലകൃഷ്ണൻ അഭിനയിക്കുന്നില്ല. പിന്നെ യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് സരിത ബാലകൃഷ്ണൻ. അടുത്ത പേരാണ് ജിഷൻ മോഹൻ. സീരിയൽ ആക്ടറായിട്ടുള്ള ജിഷൻ മോഹൻ ഈ തവണത്തെ സീസൺ 6 ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ജിഷൻ മോഹൻ്റേത്. അപ്പോൾ ഈ വർഷത്തെ ഒരു സീസൺ 6 നമുക്ക് ജിഷൻ മോഹനെ പ്രതീക്ഷിക്കാം. അടുത്തൊരു പേരാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ജാഫർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ 4-5 പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നു. ജാസ്മിൻ ജാഫർ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക്. അതുപോലെ തന്നെ യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. അടുത്തത് തൊപ്പിയാണ്. യൂട്യൂബറായിട്ടുള്ള തൊപ്പിയാണ്. തൊപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും. യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. തൊപ്പി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അതിനുള്ള ഇതിനൊക്കെ ഒരു യൂട്യൂബിലായാലും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൊപ്പി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുമായിട്ട് വരുമെന്നാണ് പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് ഒരു 1% ഉള്ളൂ. അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരാനാണെങ്കിൽ തൊപ്പി മാത്രമായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
അടുത്ത പേര് ഷാലു പേഡാണ്. ഷാലു പേഡ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഷാലു പേഡിനെ എല്ലാവർക്കും അറിയാം. ഈ അടുത്ത സമയത്ത് റോബിനുമായി ബന്ധപ്പെട്ട കുറേ സംസാരത്തിലും വിഷയത്തിലുമൊക്കെ ഷാലു പേഡ് മറിച്ച് കുറേ ചർച്ചകളൊക്കെ നടക്കുകയും ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഷാലു പേഡ് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു സീസൺ 6 എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഷാലു പേഡ് ഉണ്ട്. അപ്പോൾ ഷാലു പേഡ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടൻറ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പേര് സായി കൃഷ്ണ. സായി കൃഷ്ണ യൂട്യൂബറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് എടുത്ത് ചർച്ച ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പം നമുക്ക് ബിഗ് ബോസ് സീസൺ 6 സായി കൃഷ്ണ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കണ്ടൻറ്റ് മേക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 6 സായി കൃഷ്ണയ്ക്ക് അടുത്ത പേരാണ് അച്ചു സുഗന്ധ്. ഏഷ്യാനെറ്റിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രം ചെയ്ത അച്ചു സുഗന്ധ്. അപ്പം ഈ അച്ചു സുഗന്ധ് ഏറ്റവും ഒരു പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ടർ എന്ന രീതിയിലും ഏഷ്യാനെറ്റിലേക്ക് ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത പേരാണ് അൻഷിത അഞ്ചി. അൻഷിത അഞ്ചി നിങ്ങൾക്കറിയാം കൂടെവിടെ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെയാണ് അൻഷിത അഞ്ചി കൂടുതൽ ആളുകളിലേക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അൻഷിത അഞ്ചി ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻഷിത അഞ്ചിയെ ബിഗ് ബോസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 55%, 60% കൺഫേംഡ് ആണ് അൻഷിത അഞ്ചി. അടുത്തത് ജിത്തു വേണുഗോപാൽ. ജിത്തു വേണുഗോപാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏഷ്യാനെറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ജിത്തു വേണുഗോപാലിന് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് സീസൺ 6 ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സീരിയൽ ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് മാറിയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എന്തായാലും ബിഗ് ബോസിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അടിച്ചു വെച്ചോ.